എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓണാട്ടുകര സ്റ്റൈലിലുള്ള ഓണസദ്യയുടെ കംപ്ലീറ്റ് മെനു ആയിട്ടാണ്. ആലപ്പുഴ ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് ഓണാട്ടുകര. ഓണാട്ടുകരയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലത്തുണ്ടാക്കുന്ന ടിപ്പിക്കലായിട്ടുള്ളൊരു ഓണസദ്യയാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരുപാട് കറികൾ ഇല്ലാന്നുണ്ടെങ്കിലും ഉള്ള കറികൾക്കൊക്കെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ പരിപ്പും നെയ്യും പപ്പടവും കൂടിയാണ് സദ്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം സാമ്പാർ, പുളിശ്ശേരി, പായസം, പച്ചമോര്, ഇത്രയാണ് നമ്മുടെ വിഭവങ്ങൾ. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് തൊടുകറികൾ ഉണ്ടാക്കാം. തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുന്ന കറികളാണ് ഇതൊക്കെ. ആദ്യം തന്നെ നമ്മുടെ ആലപ്പുഴ സ്റ്റൈലുള്ള ഇഞ്ചിക്കറിയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ ഇഞ്ചി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പകുതി മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞും കൂടി ചേർത്തിട്ട് ബ്രൗൺ നിറാകുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ഈ ഒരു പരുവാകുമ്പോൾ കോരി മാറ്റുക. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതേ എണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളൻ പുളിയും കൂടെ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി തിളവന്നതിന് ശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് തിളപ്പിക്കാം. ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കായും ആവശ്യത്തിനുള്ള ഉപ്പും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലപ്പുഴ സ്റ്റൈലിലുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് വടുകപ്പുളി അച്ചാറാണ്. മഞ്ഞ കളറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വടുകപ്പുളി ഇതുപോലെ നാരങ്ങയാണ് എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞതിന് ശേഷം കുരു മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിനകത്ത് നിറയെ അരികളുണ്ടാവും. ആ അരികളൊക്കെ മാറ്റിയിട്ട് വേണം അച്ചാറിടാനായിട്ട്. തൊലി കംപ്ലീറ്റ് ആയിട്ട് കളയേണ്ട ആവശ്യമില്ല, അവിടെ ഇവിടെ ആയിട്ട് കളഞ്ഞാൽ മതി. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അരിയുമ്പോഴും നമുക്ക് അരികൾ കിട്ടും, അത് മാറ്റി വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നല്ലെണ്ണ വേണം. 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. നമ്മളിവിടെ സാധാരണ ചേർക്കാറില്ല. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് കായം ഇത്രയും കൂടി ചേർത്തിട്ട് പച്ചമണം മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി മാങ്ങ അച്ചാറാണ്. കടുമാങ്ങ എന്നാണ് നമ്മൾ ഇവിടെയൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. തൊലി അവിടെ ഇവിടെ ആയിട്ട് കളഞ്ഞതിന് ശേഷം വളരെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് പൊട്ടിക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, കായം ഇത്രയും കൂടെ ചേർത്തിട്ട് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇതിൻ്റെ വിശദമായിട്ടുള്ള അളവുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. ഇത് നമ്മളൊരു പെട്ടെന്നൊരു സദ്യ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് തീ അപ്പം തന്നെ ഓഫ് ചെയ്യാം. മാങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന കറിയാണ് ഇഞ്ചി, മാങ്ങ, നാരങ്ങ. ഇനി അതുപോലെ തന്നെ തലേദിവസം നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നതാണ് പച്ചടി. അല്ലെങ്കിൽ അതിരാവിലെ എണീറ്റിട്ട് പച്ചടി ഉണ്ടാക്കിയാലും മതി. 3 ടൈപ്പിലുള്ള പച്ചടികളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ബീട്രൂട്ട് പച്ചടി, അതുപോലെ തന്നെ പൈനാപ്പിൾ പച്ചടി, പിന്നെ വെള്ളരിക്ക പച്ചടി. ആദ്യം തന്നെ പച്ചടിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും ചെറിയ ജീരകവും കടുകും ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബീട്രൂട്ട് ഒരു 2 ബീട്രൂട്ട് ക്യൂബുകളാക്കി പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. അത് വെള്ളം തൊടാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആ ബീട്രൂട്ടിൻ്റെ പ്യൂരെ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിൽ നിന്നും 1/3 ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചടിക്കെല്ലാം നമുക്ക് ഒരരപ്പ് മതി. അപ്പോൾ ഒരുമിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഇതൊക്കെ. നന്നായിട്ട് ഇപ്പോൾ പച്ചമണം മാറി വന്നിട്ടുണ്ട് അരപ്പിൻ്റെ. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ചേർക്കുകയാണ്. തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, പിരിഞ്ഞു പോകും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് മറ്റ് പച്ചടികൾ ഉണ്ടാക്കാം. കടുക് താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചൊഴിക്കാം. പൈനാപ്പിൾ പച്ചടിയാണ് അടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അരിഞ്ഞതിന് ശേഷം പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പ്രഷർ കുക്കറിലിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അടച്ചു വെച്ച് നന്നായിട്ടിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം പച്ചമണം നന്നായിട്ട് മാറുക.
ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് കട്ടത്തൈര് ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കട്ടത്തൈര് ചേർക്കാനായിട്ട്. തൈര് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. തൈര് ചേർത്തതിന് ശേഷം ഇത് ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പൈനാപ്പിൾ പച്ചടിയും റെഡി ആയിട്ടുണ്ട്. താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് താളിക്കലുണ്ടാക്കിയാൽ മതി. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് സമയം ലാഭിക്കാം. ഇനി വെള്ളരിക്ക പച്ചടിയാണ്. വെള്ളരിക്ക ഒരു ചെറിയ വെള്ളരിക്ക പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കുറച്ച് വെള്ളം, ഉപ്പ് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് വെള്ള കളറിലുള്ള പച്ചടിയാണ്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണത്തിൻ്റെ ദിവസം നമുക്ക് വളരെ പെട്ടെന്ന് മറ്റ് കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ജോലി ഒതുക്കാം. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ടിപ്സ് പറഞ്ഞുതരാനായിട്ട്. അപ്പം ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കാൻ പറ്റും. അങ്ങനെ 3 ടൈപ്പിലുള്ള പച്ചടികളും റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ പച്ചടിയിൽ വേണം നിങ്ങൾക്ക് മുന്തിരിങ്ങയൊക്കെ ഇട്ട് എക്സ്ട്രാ ഏത്തപ്പഴമൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് റിച്ചാക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി തോരൻ, സാധാരണ നമ്മൾ സദ്യയിൽ ക്യാബേജ് തോരനാണ്. ഇന്ന് നമ്മൾ ബീൻസ് തോരനാണ് തയ്യാറാക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ക്യാബേജ് തോരൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ അത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്ന് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നാൽ ഒരു ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ഒരു സവാളയും ഒരു പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതിയിൽ അടച്ചു വെച്ച് ബീൻസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ബീൻസ് ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തോരൻ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു തോരനാണ്. അതുകൊണ്ട് തേങ്ങ നമ്മൾ അരയ്ക്കുന്നൊന്നുമില്ല. തേങ്ങ പച്ചക്ക തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ ഫൈനായിട്ട് തിരിങ്ങിയ തേങ്ങയാണ്. തേങ്ങയോടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്റ്റൈലുള്ള അവിയലാണ്. നമ്മൾ കല്യാണങ്ങൾക്കും വിശേഷാവസരങ്ങളിലൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു അവിയലാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടികെട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നീളത്തിലരിഞ്ഞ പച്ചക്കറികളാണ്. പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ അവിയലിൽ നമ്മളൊരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. ചെറുതീയിൽ കഷ്ണങ്ങൾ ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നാണ് വേവുന്നത്. ഇനി അടിയിൽ പിടിക്കുന്ന പേടിയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു മുരിങ്ങയ്ക്ക തൊലി കളഞ്ഞ് 2 കീറിയതും കൂടെ ചേർത്തിട്ട് അടച്ചു വെക്കാം. ഇനി അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് ചെറിയ ഉള്ളി, ചെറിയ ജീരകം, കറിവേപ്പില, പച്ചമുളക് നമ്മൾ കഷ്ണങ്ങളുടെ കൂടെ ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. ചെറുതീയിൽ അടച്ച് ആ ഒരു അരപ്പിലേക്ക് ആവിയൊക്കെ നന്നായിട്ട് കയറി വരണം. ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തൈരാണ് ചേർക്കുന്നത്. പച്ചമാങ്ങ അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി അല്ലെങ്കിൽ വാളൻപുളി ഏത് വേണമെങ്കിലും പുളിക്ക് വേണ്ടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. തൈര് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ സദ്യ സ്പെഷ്യൽ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആലപ്പുഴ സ്റ്റൈലിലുള്ള പരിപ്പ് കറി എങ്ങനെയാണ് തയ്യാറാക്കി നോക്കാം. പരിപ്പും പപ്പടവും നെയ്യുമാണ് നമ്മൾ ആദ്യം സദ്യയിൽ വിളമ്പുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. വടക്കോട്ടൊക്കെ ആദ്യം സാമ്പാറാണ് വിളമ്പുന്നത്. നമ്മുടെ സ്ഥലത്ത് പരിപ്പും പപ്പടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ ഈസിയായിട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള റെസിപ്പി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. 1 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴിയുന്നതിന് ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം, 2 കപ്പ് വെള്ളം വെക്കാം. പയർ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് പയർ വേവുന്ന വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 4 വിസിലൊക്കെ വേണ്ടി വരും ഇത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. പയർ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നു കഴിഞ്ഞാൽ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആവണം. ഇനി അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പിൽ നിന്ന് 2 തവി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം,
പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കറിവേപ്പില അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പരിപ്പ് അരയ്ക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ചെറുപയർ തണുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ അടപ്പ് തെറിച്ചു പോകും. അപ്പോൾ അങ്ങനെ അരപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ആ ഒരു ബാക്കിയുള്ള പയറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് നമ്മൾ സദ്യയ്ക്ക് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്നൊരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഈ വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ അധികം പെട്ടെന്നത് ചീത്തയാവില്ല. ഇനി നിങ്ങൾക്ക് ചീത്തയാവണമെന്ന് പേടിയുണ്ടെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കൊച്ചുകുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് ഈ പരിപ്പ് കറി. ഇനി ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. സാധാരണ പരിപ്പ് കറി ഒരുപാടങ്ങ് തിളപ്പിക്കാറില്ല. നമ്മളിത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കടുക്, അതുപോലെ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടെ താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് കറിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ പരിപ്പ് കറി വെക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി പരിപ്പ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് വിളമ്പുന്നത് സാമ്പാറാണ്. സാമ്പാറും നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ്, നമ്മുടെ സ്റ്റൈലുള്ളൊരു സാമ്പാറാണ്. വറുത്തരച്ചൊന്നും അല്ല, അല്ലാത്തുള്ള സാമ്പാറാണ്. ഇത് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഒരുപാട് പേര് കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേവുന്ന തുവരപ്പരിപ്പാണ്. ഒരു വിസിൽ മതിയാകും. ഇനി കൂടുതൽ വേവുള്ള തുവരപ്പരിപ്പാണെങ്കിൽ ഒരു 2-3 വിസിൽ ഇത് ആദ്യം പ്രഷർ കുക്കറിലൊന്ന് വേവിച്ചിട്ട് വേണം പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിങ്ങനെ കനം കുറഞ്ഞ പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പ്രഷർ കുക്കറിൽ വെള്ളം വെച്ചിട്ട് ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. പച്ചക്കറികൾ അങ്ങനെ ഇന്ന പച്ചക്കറികളൊന്നുമില്ല, നമ്മുടെ പച്ചക്കറി കിറ്റിലുള്ള അത്യാവശ്യം എല്ലാ പച്ചക്കറികളും എടുത്തിട്ടുണ്ട്. പച്ചമുളകും തക്കാളി, അതുപോലെ സവാള, ചേന, വെള്ളരിക്ക, അമരപ്പയർ, അങ്ങനെ എല്ലാ പച്ചക്കറികളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ വേവ് കൂടുതലുള്ള തുവരപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ ആദ്യം 1-2 വിസിൽ അടിച്ചതിന് ശേഷം മാത്രം പച്ചക്കറികൾ ചേർത്ത് വേവിക്കാം. ഇത് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളിതിലേക്ക് ഇപ്പം മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും ചേർക്കുന്നില്ല, അത് പിന്നീടാണ് ചേർക്കുന്നത്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കഷ്ണങ്ങളിലേക്ക് ആ ഒരു മണമൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ജസ്റ്റ് 1 വിസിൽ മതി ഈ പച്ചക്കറികൾ വേവാനായിട്ട്. ഉലുവാപ്പൊടിയാണ് നേരത്തെ പറഞ്ഞ പോലെ ചേർത്ത് കൊടുത്തു. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരേ 1 വിസിൽ മതിയാകും പച്ചക്കറികൾ വെന്ത് കിട്ടാനായിട്ട്. 2 വിസിലാണെങ്കിൽ പച്ചക്കറികളെല്ലാം കലങ്ങിപ്പോവും. അപ്പം നമ്മളിപ്പം പ്രഷറൊക്കെ പോയിട്ട് ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി പച്ചയ്ക്ക് തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്, അതാണ് ഈ ഒരു സാമ്പാറിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഇതിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് മുന്നിട്ടാണ് നിൽക്കുന്നത്. കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ പുളിയുടെ ആവശ്യമില്ല. ഇനി പുളി കുറവാണെങ്കിൽ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഇതിൽ തിളച്ച് വരണം. ഉപ്പ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും സെപ്പറേറ്റ് ആയിട്ടൊന്ന് വഴട്ടി വേവിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവില്ല. ഇനി ഇതിൻ്റെ മെയിൻ ഒരു പരിപാടിയാണ് ഈ കടുക് വറ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും ചെറിയ ഉള്ളി, വറ്റൽമുളകും, കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഈ സാമ്പാറിലേക്ക് ഒഴിച്ചിട്ട് ഉടനെ തന്നെ ഇളക്കരുത്, അടച്ച് കുറച്ച് നേരം മാറ്റി വെക്കണം. അതിനുശേഷം മാത്രം തുറക്കുക. അപ്പോഴാണ് ഒരു നല്ലൊരു മണം സാമ്പാറിന് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സദ്യ സ്റ്റൈലുള്ള പുളിശ്ശേരി, കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത തേങ്ങ അരച്ചിട്ടുള്ള സദ്യ സ്റ്റൈലുള്ള പുളിശ്ശേരിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ ചിരകിയതിലേക്ക് മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് വെള്ളം, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ ഈ പുളിശ്ശേരിക്ക് ഇങ്ങനെ അരക്കരുത്, ഒരു പച്ച ചുവ വരും നമ്മൾ അരപ്പ് വഴട്ടുമ്പോൾ.
വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കാം. അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം. മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പുണ്ടായിരുന്നു, അത് കുറച്ച് വെള്ളം ഒഴിച്ചതിലേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ടത്തൈരിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കറിവേപ്പിലയും ഉപ്പുമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരുപാട് തിളക്കരുത്. പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാലട പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. പാലട മിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പകുതിയാണ് പാക്കറ്റിൻ്റെ എടുത്തിരിക്കുന്നത്, 150 ഗ്രാം. പിന്നെ 1 ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മതി. ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാല് 2 ലിറ്ററായിട്ട് കൂട്ടിയെടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന പാക്കറ്റിൻ്റെ പുറകിൽ ഇൻസ്ട്രക്ഷൻസ് കാണും. ആദ്യം തന്നെ അടികട്ടിയുള്ള പാത്രത്തിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഈ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പാലടയും മിക്സ് ഇട്ട് കൊടുക്കാം. പാലട മിക്സിൽ പഞ്ചസാര, പാലട, ഏലക്കാപ്പൊടി ഇത്രയാണ് അടങ്ങിയിട്ടിരിക്കുന്നത്. പാലടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ചെറുതീയിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പാലും പഞ്ചസാരയും എല്ലാം കൂടി ഒന്ന് കാരമലൈസ് ചെയ്ത് പായസത്തിൻ്റെ കളറ് ചെറിയൊരു ലൈറ്റ് പിങ്ക് കളറ് ആയി വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലടയൊക്കെ നന്നായിട്ട് വെന്ത് സൈഡിൽ പാൽപ്പാടയൊക്കെ ആയിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്നട്ട്സും മുന്തിരിങ്ങയും കൂടെ സെപ്പറേറ്റ് ആയിട്ട് നെയ്യിൽ വറുത്തിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചമോരാണ്. പച്ചമോര് ഉണ്ടാക്കാൻ എളുപ്പമാണ്. തൈരിലേക്ക് കുറച്ചധികം വെള്ളവും ഉപ്പും ഇഞ്ചിയൊക്കെ ചതച്ചിട്ടാൽ പച്ചമോരും റെഡിയാണ്. പിന്നെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ശർക്കര വരട്ടി ഉപ്പേരിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ വിശദമായിട്ടുള്ള സദ്യ മെനു ഇതിനു മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ആലപ്പുഴ സ്റ്റൈലുള്ള, ഓണാട്ടുകര സ്റ്റൈലുള്ളൊരു സദ്യയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കൂട്ടുകറിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ സദ്യയിൽ സാധാരണ ഇങ്ങനെ രസം വിളമ്പാറില്ല. അപ്പം ചില സ്ഥലങ്ങളിൽ രസം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സെപ്പറേറ്റുള്ള റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സദ്യയുടെ റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.